Hello guys, welcome to a new video. Welcome to Derry. എല്ലാവരും ഇപ്പോൾ എന്താ പറയുക, സ്ട്രേഞ്ചർ തിങ്സും അതൊക്കെ കണ്ട അതിൻ്റെ ഹൈപ്പിലിരിക്കണേണ്. പക്ഷേ കുറേ പേര് മിസ്സായി പോകാൻ ചാൻസ് ഉള്ള ഒരു സീരീസാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോണ ഇറ്റ് കൂടുതലും പേര് കണ്ടിട്ടുണ്ടാവും. ഇറ്റിൻ്റെ സിനിമ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് പുതിയൊരു വെബ് സീരീസ് ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെൽക്കം ടു ഡെറി എന്ന് പറയണ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രാഞ്ചൈസി ഇഷ്ടപ്പെടുന്നവരെന്തായാലും ആ സീരീസ് കണ്ടിട്ടുണ്ടാവും. ഇനി കാണാൻ ചിലപ്പോൾ ചിലവർ കേട്ടിട്ട് കൂടി ഉണ്ടാവത്തില്ല. ഇനി കാണാത്തവർക്ക് വേണ്ടി എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ച് വന്ന് കിട്ടില്ല വെബ് സീരീസാണ്. ഇപ്പോൾ നമ്മെല്ലാവരും ഒരു സ്ട്രേഞ്ചർ തിങ്സ് തരംഗം കഴിഞ്ഞ് നിൽക്കണേന്ന്. ഒരു ഫസ്റ്റ് വോളി കഴിയുന്ന സമയത്ത് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു പക്ക ഹൊറർ സാധനം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങൾ, ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് ആ സീരീസ് കൊണ്ടുവന്ന് നിർത്തിയേക്കുന്നത്. ബേസിക്കലി ഇറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഇതിൻ്റെ ടീസർ ട്രെയിലർ കണ്ടപ്പോൾ പോലും എനിക്ക് ഒരു പ്രത്യേക പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഫ്രാഞ്ചൈസിനോട് ഒരു പ്രത്യേക താല്പര്യം പണ്ട് തൊട്ട്. 6 ആദ്യത്തെ പടം ഇറങ്ങിയത്, ചാപ്റ്റർ 1. അത് തൊട്ട് തന്നെ ആ ഒരു ജോണറുള്ള ഒരു സ്റ്റോറി ലൈൻ, ആ ഒരു ക്യാരക്ടർ, ഇപ്പോൾ പെന്നിവേഴ്സ് എന്ന് പറയുന്ന ക്ലൗൺ, ഒരു കോസ്മിക് എൻറ്റിറ്റിയുടെ ഒരു കഥയാണ് ഇതിൽ കാണിക്കണം. അതെങ്ങനെ ആൾക്കാരെ കൊല്ലണം എന്തൊക്കെയാണെന്നാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഇപ്പം നിലവിൽ ഇറങ്ങിയേക്കണ സിനിമ ശരിക്കും പറഞ്ഞ ഒരു പ്രീക്വലാണ്, സീക്വലല്ല. കുറേ പേർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകും ഒരു സീക്വലാണെന്ന്. പക്ഷെ ഇത് ഒരു പ്രീക്വലാണ്. എന്താന്ന് പറയുമ്പോൾ ഈ പെന്നിവേഴ്സ് എന്ന് പറയുന്ന ഈ എൻറ്റിറ്റി എങ്ങനെ ഇതിലായിട്ട് വന്നെന്നുള്ളതാണ് ഇതിൽ കാണിക്കണം. പിന്നെ ഒരു കാര്യം, ചെറിയ രീതിയിൽ സ്പോയിലർ ഉണ്ടാവും. സ്പോയിലറിനെ കുറിച്ച് ഇനി പറഞ്ഞില്ലെന്ന് കേൾക്കട്ടെ. പിന്നെ പറയാനാണെങ്കിൽ ഫ്രാഞ്ചൈസ് സത്യം പറഞ്ഞാൽ സ്റ്റീഫൻ കിങ്ങിൻ്റെ നോവൽ ബേസ് ചെയ്തിട്ടുള്ളതാണ്. പുള്ളിയുടെ നോവലെല്ലാണ് ഈ സത്യം പറഞ്ഞാൽ സിനിമയുടെ ഈ ഒരു ഇത് തുടങ്ങുന്നത്. മീൻസ് ഈ ഒരു പെന്നിവൈസ്, ഈ ഒരു യൂണിവേഴ്സിൻ്റെ സ്റ്റാർട്ട്. സത്യം പറഞ്ഞാൽ പുള്ളിയുടെ ഒരുപാട് സ്റ്റീഫൻ കിങ്ങിൻ്റെ നോവൽ ബേസ് ചെയ്ത് കുറേ ഹൊറർ മൂവീസ് ഉണ്ട്. അതെല്ലാം അടിപൊളിയാണ്. എന്ന് പറയുമ്പോൾ മോശം പറയാനൊന്നും ഇല്ലാത്തൊരു യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റീഫൻ കിങ്ങിൻ്റെ പറയാം. ഈ സ്റ്റീഫൻ കിങ്ങിൻ്റെ നോവൽ ഇറങ്ങിയത് 1986 ആദ്യത്തെ നോവൽ ഇറങ്ങിയത്, ഈ സ്റ്റീഫൻ കിങ്ങിൻ്റെ നോവൽ. അതിൽ നിന്നാണ് പിന്നെ ഈ ക്യാരക്ടേഴ്സ്, നമ്മുടെ പെന്നിവൈസ് എന്ന ക്യാരക്ടേഴ്സ് എല്ലാം ബേസ് ചെയ്ത് സിനിമകൾ ഇറങ്ങാൻ തുടങ്ങിയത്. ഇപ്പോൾ എന്താ പറയുക, സിനിമയെ കുറിച്ച് മാത്രത്തിൽ പറയാനാണെങ്കിൽ ചാപ്റ്റർ 1 ഇറങ്ങിയത് 2017, ചാപ്റ്റർ 2 ഇറങ്ങിയത് 2019, പിന്നെ വെൽക്കം ടു ഡെറി അതിറങ്ങിയത് 2025. പിന്നെ ഈ സ്റ്റീഫൻ കിങ്ങിൻ്റെ യൂണിവേഴ്സിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുള്ളിയുടെ ആ നോവൽ ബേസ് ചെയ്ത് ആദ്യത്തെ പടം തൊട്ട് ഇപ്പം ഇറങ്ങിയേക്കണ പടം വരെ എല്ലാത്തിനും കണക്ഷൻ വെച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് എല്ലാ സ്ഥലത്തും നമുക്കിപ്പോൾ പുള്ളിയുടെ തുടക്കം തൊട്ട് പടം പറയാനാണെങ്കിൽ ശശാങ്ക് റിഡംഷൻ എന്ന് പറയുന്ന സിനിമയുണ്ട്. അതിപ്പോൾ ആർക്കും അറിയാൻ പാടില്ലായിട്ടെല്ലാം തോന്നുന്നു. കാരണം വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും കിടിലൻ പടം, അത്രയും വ്യൂവർഷിപ്പ് ഉള്ളൊരു സിനിമയാണ്. ആ സിനിമ തൊട്ട് ഇപ്പോൾ വെൽക്കം ടു ഡെറി വരെ കണക്ഷൻ ഉണ്ട്. നമുക്ക് ആ സിനിമ കണ്ട് നമുക്ക് ഈ ഡെറി കാണുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് മനസ്സിലാവും പഴയ സിനിമയിലെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. പഴയ സിനിമയിൽ എങ്ങനെ അത് അവിടെ വന്നെന്നുള്ള പോലും ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാനുള്ള അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് പോകും. അതുകൊണ്ട് അത് പറയുന്നില്ല, അത് കണ്ടു നോക്കുന്നത്. ഇപ്പോൾ ഈ എന്താ പറയുക, ശശാങ്ക് റിഡംഷൻ, പിന്നെ ഷൈനിങ്, ഓൾമോസ്റ്റ് ഹൊറർ സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഷൈനിങ് സിനിമയെ കുറിച്ച് പറഞ്ഞു തരേണ്ട കാര്യം. കാരണം അതൊരു എന്താ പറയുക, എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സിനിമയാണ്. അതും ഇതിനായിട്ട് നല്ല രീതിയിൽ കണക്റ്റഡ്. അത് നമുക്ക് ആ സിനിമ കണ്ട് എൻഡ് ഓഫ് ദി ടൈമിൽ ഒരു ഡിക്ക് ഹാൽറൺ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട് ഡെറിയുടെ അകത്ത്. ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ചെറിയൊരു സീനുണ്ട് ലാസ്റ്റ് പറയണം. ആ സീൻ നല്ല രീതിയിൽ നമുക്ക് ആ സിനിമയായിട്ട് കണക്റ്റ് ആവും. ആ 2 സിനിമയും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് മനസ്സിലാവും. മറ്റൊരു ക്രോണോളജിക്കൽ ഈ സ്റ്റീഫൻ കിങ് യൂണിവേഴ്സിനെ പറയാനാണെങ്കിൽ, ശശാങ്ക് റിഡംഷൻ 1944 കഥയായിട്ടാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇറങ്ങിയതല്ല, ആ കഥയുടെ പശ്ചാത്തലം. പിന്നെ രണ്ടാമത് തന്നെ വെൽക്കം ടു ഡെറിയാണ്. 1960 കാലഘട്ടമാണ് കാണിക്കുന്നത്. പിന്നീടുള്ളത് സെല്ലിയും സ്ലോട്ട് എന്ന് പറഞ്ഞ സിനിമ, അത് 1975 കാലഘട്ടമാണ് കാണിക്കണം. പിന്നെ ദ ഷൈനിങ് എന്ന സിനിമ പിന്നെ 1980 കാണിക്കണം. ഡോക്ടർ സ്ലീപ്പ് എന്ന സിനിമ അത് 1981 ആസ്പദമാക്കി കാണിക്കണം. ഏറ്റവും ആദ്യ സിനിമ, അത് ടിം കറി അഭിനയിച്ച ഫ്രാഞ്ചൈസ് പെന്നിവൈസ് എന്ന ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ സിനിമയാണ് എന്ന് പറഞ്ഞ സിനിമ. അത് 1990 ഇറങ്ങിയത്. അത് ടിം കറിയാണ് പെന്നിവൈസ് എന്ന ക്ലൗണായിട്ട് അഭിനയിച്ചത്.
പിന്നെ ഇറ്റ് ചാപ്റ്റർ 1 2016, ഇറ്റ് ചാപ്റ്റർ 2 2017, 2017 തന്നെ മിസ്റ്റ് എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ 2019 കാസ്റ്റൽ റോക്ക് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഇതെല്ലാമാണ് സ്റ്റീഫൻ കിങ് യൂണിവേഴ്സിൽ മിക്സ്ഡ് ആയിട്ടുള്ള സിനിമ. പിന്നെ നമ്മൾ ഇറ്റ് ഡെറിയിലായിട്ട് തിരിച്ചു വരുമ്പോൾ ബിൽ സ്കാർസ്ഗാർഡ് അട്ടിച്ച് തൂക്കിയിട്ടുണ്ട് പെന്നിവൈസ് എന്ന ക്യാരക്ടർ. കാരണം ഇറ്റ് സിനിമ തൊട്ട് പുള്ളിയുടെ ആ ഒരു പെന്നിവൈസ് എന്നൊരു ക്യാരക്ടർ കിടിലാണ്. അത് പോരാണ്ട് തന്നെ നല്ല ഡെവലപ്മെന്റ്. കാരണം എനിക്ക് തോന്നുന്നത് ആ ഒരു ക്യാരക്ടറിനെ ആക്ട് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ സ്ക്രീൻ സ്പേസ് കൂടുതൽ എനിക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരു കൊല്ലണതിൽ കൂടുതൽ ആ ഒരു പേടി ഒരു ആ ക്യാരക്ടർ കൊണ്ട് കൊണ്ടുവന്ന ഒരു ഫിയർ ഇതിൽ നല്ലോണം കാണിക്കാനുണ്ട്. ഇറ്റ് സിനിമയിൽ അത്രയും കാണിച്ചിട്ടില്ല. കാരണം ആ ഒരു ക്യാരക്ടറിന് കൊടുത്തേക്കുന്ന ഒരു സ്ക്രീൻ ടൈം, ഒരു എന്താ പറയുക, ഒരു സംസാരത്തിനുള്ള സ്ക്രീൻ ടൈം വളരെ കുറവ്. പക്ഷേ ഇതിലായിട്ട് വരുമ്പോൾ പെന്നിവൈസിൽ ബിൽ സാസ്കാർഡ് ചെയ്തു വെച്ചേക്കുന്നത് എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ എപ്പിസോഡ്, ഇപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞിട്ട് സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, എന്താ നാലാമത്തെ എപ്പിസോഡിലാണ് പെന്നിവൈസിൻ്റെ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ വരെ നടത്തുന്നത്. അത്രയും നേരം പെന്നിവൈസ് ഇല്ല എങ്കിൽ പോലും ഒന്ന് തൊട്ട് ഇപ്പോൾ 9 എപ്പിസോഡ് വരെ കിടിലനാണ്. നമ്മൾ ലാസ്റ്റ് എപ്പിസോഡിലൊക്കെ പോയി കഴിയുമ്പോൾ ഒരു സിനിമ കണ്ടൊരു ഫീൽ. കാരണം അത്രയും നല്ലൊരു സ്റ്റോറിയും ഒരു ലാഗും ഇല്ലാണ്ട് കിട്ടില്ലായിട്ട്. ഇപ്പോൾ നിങ്ങളൊരു ഹൊറർ സിനിമ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു മസ്റ്റ് വാച്ച് എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം കുറേ വെബ് സീരീസ് ഇറങ്ങിയാൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് ലാഗ് ഫീൽ ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ കുറവാണ് ഈ ഹൊറർ വെബ് സീരീസിൻ്റെ കേസിൽ ഞാൻ പറയണം. കാരണം നമുക്കൊരു ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് ഒരു സീസൺ എങ്ങനെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ലാഗ് ഫീൽ ചെയ്യും. പക്ഷേ ഇതിൽ ലാഗ് എന്ന് പറഞ്ഞ സാധനം തോന്നിട്ടില്ല. കാരണം ആ സ്റ്റോറി ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ മുന്നത്തെ സിനിമയായിട്ട് കുറേ പ്ലോട്ടുകൾ അവിടെ ഇവിടെയൊക്കെ ഇട്ട് കാണിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കണക്റ്റ് ആവും. ഈ സിനിമയെ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ നമുക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് കയറും. കാരണം അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് അവിടെ അങ്ങനെ സംഭവിച്ചത്, അല്ലെങ്കിൽ ഈ ഒരാൾ അവിടെ വരാൻ കാരണം എന്താ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കാൻ. അത് തന്നെയാണ് ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. അത് നല്ല വൃത്തിയായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ വെബ് സീരീസിൻ്റെ ഡയറക്ടർ ആൻഡി മുഷിറ്റി തന്നെയാണ് 2016 ഇറ്റ് സിനിമ ചാപ്റ്റർ 1 and 2 എടുത്തേക്കണം. പുള്ളിക്കൊരു ഐഡിയോളജി ഉണ്ട്. പുള്ളി തന്നെ കൺഫേം ചെയ്ത് ഇതിൻ്റെ 3-ാം ഭാഗം വരെ, സീസൺ 3 വരെ ഇറക്കാൻ പ്ലാനിങ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇറ്റ് 3 തന്നെയാണ് ഇതുകൊണ്ട് അവസാനിപ്പിക്കുന്നത്. കാരണം ഇതൊരു പ്രീക്വലാന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇത് ബാക്കായിട്ടുള്ള കഥയാണ് കാണിക്കുന്നത്. അത് തന്നെ ആയിരിക്കും അടുത്ത സീസണിൽ വരാൻ പോണത്. അപ്പോൾ എന്തായാലും ഈ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ സീസൺ 1 വോളിയം ഒക്കെ ഉണ്ട്. ഒരു ടൈം ബ്രേക്ക് കിട്ടി നിൽക്കുന്ന സമയത്ത് അടുത്ത വോളിയം വരെ ഒരു സമയമുണ്ട്. അതിനുള്ളിൽ കാണാൻ പറ്റിയ ഒരു ബെസ്റ്റ് വെബ് സീരീസ് ആണ്. എന്തായാലും പോയി നീ കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമുക്കൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സീ യു സൂൺ.